എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിത്. ഇതിനു മുൻപ് ഞാനൊരു ചിക്കൻ്റെ ബിരിയാണി ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ ഈ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. മട്ടൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മട്ടൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉളുമ്പ് നാറ്റമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാലയുടെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവ് അനുസരിച്ചിട്ട് ചേർക്കുക. ഇതിൽ മുളക് പൊടിയല്ല കൂടുതൽ ചേർക്കുന്നത്, പകരം പച്ചമുളകും കുരുമുളകും ഒക്കെയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂണോളം തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കണം. മസാലയൊക്കെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം നമുക്ക്. അപ്പോഴത്തേക്ക് ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങും. വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ മസാലയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 3-4 പച്ചമുളക് ഇത്രയും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ കൂട്ടാണ്, അതും എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്കിതിലേക്ക് മല്ലിയില പുതിനയില വേണം. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2ഉം ഓരോ പിടി വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മട്ടൺ ഒന്ന് മസാല ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അയണിൻ്റെ പാനാണ് വെച്ചിട്ടുള്ളത്, അതായത് ഇരുമ്പിൻ്റെ പാത്രമാണിത്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ പ്രഷർ കുക്കറിലല്ല ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്, ഈ അയൺ പാനിലാണ്. അപ്പോൾ നമ്മളെപ്പോഴും സ്ലോ കുക്ക് ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുക്കറിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്നാണ് അത്. ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി നിങ്ങൾ പുളി നോക്കിയിട്ട് ചേർക്കുക. നമ്മൾ ഓൾറെഡി മട്ടനിൽ തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് കൂടാതെ കുറച്ച് ഫ്രൈഡ് ഒണിയൻസ് ആണ് ചേർക്കുന്നത്. അത് ഉള്ളി വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് മട്ടൻ്റെ മസാലയ്ക്ക്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് അധികം മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ പകുതി പുതിനയിലയും പകുതി മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി പകുതി നമുക്കിനി ഇത് ലെയർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ മല്ലിയില പുതിനയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ ഒരു ഉളുമ്പ് നാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ വിനീഗറും തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പ് നാറ്റം നന്നായിട്ട് മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുക്കറിലാണെങ്കിൽ നിങ്ങൾ മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അതൊന്നുകൂടെ പെട്ടെന്നാകും, പക്ഷേ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല കഴുകിയ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ ഇതിലേക്ക് 1 കപ്പോളം
നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. 1 കപ്പോളം ചൂടായ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3/4 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മട്ടൺ പീസസ് വേവുന്നത് വരെ നിങ്ങളിതുപോലെ കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മട്ടൺ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ടിട്ട് തിളപ്പിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ് അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. എനിക്ക് ഒരുപാട് മസാല കുത്ത് ഇഷ്ടമല്ല, അപ്പോൾ ഞാനത് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 1 ഏലക്ക, 1 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, പിന്നെ 1 ബേ ലീഫ്. അപ്പോൾ ഇത്രയും മാത്രമേ ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ. ഈ അരി ഒരു 3/4 വേവാകുമ്പോൾ നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി ഉള്ളിയും കശുവണ്ടി, മുന്തിരി ഇതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണീൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്കിനി ഇത് ലെയർ ചെയ്യാം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ലെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പാലിൽ കുങ്കുമപ്പൂ ഇട്ടതാണ്. അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ചേർക്കാം. ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പോൾ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് അരിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. അത് ചേർക്കണം നിർബന്ധമില്ല. പിന്നെ ഈ ചേർക്കുന്നത് ഗരം മസാലയാണ്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അത് പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മസാലയ്ക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ മസാല കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ലെയർ ചെയ്യുമ്പം എല്ലാം നല്ല ചൂടോടെ ലെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഈ ചോറിലേക്ക് ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഏത് ബിരിയാണിയും ഇതേ പ്രോസസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദം ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പം അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മൈദാമാവ് കുഴച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കിത് 2 രീതിയിൽ ദം ചെയ്തെടുക്കാം. ഒന്നുകിൽ അടുപ്പിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒരു 20 മിനിറ്റ് ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവനിൽ ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ബിരിയാണി നിങ്ങൾക്ക് മൊത്തത്തിൽ ഇളക്കിയിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് റൈസും യെല്ലോ റൈസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് മോഡിഫിക്കേഷൻസ് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും മസാല ടേസ്റ്റൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ മസാല ചേർത്ത് കൊടുക്കുക. എനിക്ക് ഒരുപാട് മസാല ടേസ്റ്റ് ഇഷ്ടമല്ല, അപ്പോൾ ഞാനെല്ലാം കുറച്ചാണ് ചേർത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മട്ടൺ ഓൾറെഡി ഫാറ്റ് ആയത് കാരണം ഞാൻ കൂടുതൽ നെയ്യ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഒരുപാട് ഓയിലല്ല ഞാനിത് കുക്ക് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീക്കെൻഡിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്